അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കൂട്ടുകാരന്മാരാണല്ലോ. അപ്പോൾ ഇസ്ലാമിൽ പ്രധാനപ്പെട്ട 4 അർബ ഖുലഫ റാഷിദീങ്ങളിൽപ്പെട്ട 2 കൂട്ടുകാർ, അവരുടെ ഒരു ചെറിയൊരു ചരിത്രം ഞാൻ പറയാം. അതിൽ നിന്ന് നമുക്കൊക്കെ വലിയൊരു പാഠം ഉൾക്കൊള്ളാനുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും വളരെ നല്ല കൂട്ടുകാരായിരുന്നു. അവർ ശരിയായിട്ട് വിഷയങ്ങൾ വരുമ്പം എല്ലാവരും അതിനനുസരിച്ച് മുന്നേറുമെങ്കിലും അവരൊക്കെ പരസ്പരം വളരെ നല്ല ഐക്യത്തിലും നല്ല കൂട്ടുകാരൊക്കെ ആയിരുന്നു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു എപ്പോൾ ഉമർ റളിയല്ലാഹുവിനെ കാണുകയാണെങ്കിലും സലാം പറയായിരുന്നു. അങ്ങനെയാണല്ലോ, നമ്മൾ ഫസ്റ്റ് ഒരാളെ കാണുമ്പോൾ സലാം പറയാന്നുള്ളൊരു പോസിറ്റീവ് എനർജിയാണ്. ഒരു ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിനെ കണ്ടപ്പോൾ സലാം പറഞ്ഞില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അത് വലിയ വിഷമായി. ഇനിയിപ്പോൾ എന്നോട് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടാണോ എന്ന രീതിയിൽ വലിയൊരു വിഷമായി. അപ്പോൾ ഉമർ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് നേരെ ചെന്നിട്ട് പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു ഇന്ന് എന്നോട് സലാം പറഞ്ഞില്ല എന്ന് ഉമർ റളിയല്ലാഹു പറഞ്ഞു. അപ്പോൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിനെ വിളിപ്പിച്ച സമയത്ത്, എന്താ നിങ്ങൾ ഇങ്ങനെ സാധാരണ നിങ്ങൾ സലാം പറയുന്നതാണല്ലോ, അങ്ങനെയാണല്ലോ ഉണ്ടാവാറുള്ളത്, ഇന്നെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അവിടെ മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഉറങ്ങണ സമയത്ത് ഒരു സ്വപ്നം കണ്ട്. ആ സ്വപ്നത്തിൽ ഒരു സ്വർഗത്തെ പോലെ തോന്നിക്കുന്ന സ്വർഗമായിരുന്നു ഒരു സ്വപ്നം കണ്ടത്. അതിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വളരെ മനോഹരമായ ഏരിയയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു വലിയൊരു കൊട്ടാരം, വലിയൊരു ബംഗ്ലാവ് കണ്ടു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു ആ സ്വപ്നത്തിൽ ചോദിക്കുകയാണ്, ഇതാർക്ക് വേണ്ടിയാണ് ഈ ബംഗ്ലാവ്, ഇത്രയും വലിയൊരു ബംഗ്ലാവ്? അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മറുപടി കേൾക്കുകയാണ് അബൂബക്കർ റളിയല്ലാഹു ആ സ്വപ്നത്തിൽ, ഈ ബംഗ്ലാവ് കൂട്ടുകാരന്മാരെ കാണുമ്പോൾ ആദ്യം സലാം പറയുന്നവർക്കുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അതും കഴിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു പിറ്റേന്ന് രാവിലെ ഉണർന്ന് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഉമർ റളിയല്ലാഹുവിനെ കണ്ടത്. ആ സമയത്ത് സലാം പറയാത്ത എന്താണെന്നുള്ളത് അന്വേഷിക്കുമ്പോൾ കിട്ടുന്നത്, ആ കൊട്ടാരം ഉമർ റളിയല്ലാഹുവിന് കിട്ടിക്കോട്ടെ എന്ന ഒരു മനോഭാവം ആണ് അബൂബക്കർ റളിയല്ലാഹുവിനുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ റളിയല്ലാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെയൊക്കെ ഗുരു ആയിരുന്നു, അവരുടെയൊക്കെ മാർഗദൃഷ്ടിയായിരുന്നെങ്കിലും വളരെ അടുത്ത ആത്മബന്ധം ഉണ്ടായിരുന്നു, സുഹൃത്തുക്കളെ പോലെ. നമുക്കറിയാം, വേറെ സൗഡിലെയും ഒക്കെ ചരിത്രങ്ങൾ നമുക്കറിയാലോ, പാമ്പ് കുത്തിയതും എന്നിട്ട് അറിയാതെ നിൽക്കുന്നതും, ആദ്യം പോയി ആ മാളത്തിൻ്റെ തുളകളൊക്കെ ശീല കൊണ്ട്, അവരുടെ കോട്ടൺ ശീല കൊണ്ട് അടക്കുന്നതൊക്കെ നമുക്കറിയാലോ. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു വലിയ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പല സ്ഥലത്തും കണ്ടുവരുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ആൾക്ക് എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയാൽ മറ്റേ ആൾക്ക് അതൊരു ഇവൻക്കത് കിട്ടി എനിക്കിത് കിട്ടിയില്ല എന്ന രീതിയിലുള്ള ഒരു അഹങ്കാരം, ഒരു പ്രത്യേകതര മനോഭാവത്തിലേക്ക് പല ആളുകളും ഇന്ന് നീങ്ങുന്നുണ്ട്. നമ്മളെത്തരത്തിലാവരുത് പ്രിയമുള്ളവരെ. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, എത്ര നല്ല സ്നേഹമാണ്, എനിക്ക് വേണ്ട, എനിക്ക് പകരം അത് അവർക്ക് കിട്ടിക്കോട്ടെ എന്ന രീതിയിലുള്ളൊരു മനോഭാവം. നമുക്ക് ചെയ്യുന്ന നിയമത്തുകൾ, പടച്ചോൻ അള്ളാഹു ചെയ്യുന്ന നിയമത്തുകൾ നമുക്ക് വേണ്ട എന്നുള്ളതല്ല, പക്ഷേ ഒരു കൂട്ടുകാരനൊരു സാധനം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയൊരു പൊസിഷനിലെത്തുമ്പോൾ അതിന് നമ്മൾ അഹങ്കരിക്കല്ല വേണ്ടത്. അൽഹംദുലില്ലാഹ്, അവരാ സ്ഥാനത്തെത്താൻ വലിയ അർഹനാണ്, അവരാ സ്ഥാനത്തെത്തിക്കോട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളൊരു സ്ഥാനത്തെത്തും എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എല്ലാവർക്കും മറ്റേ ഐഫോണൊക്കെ താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ പലരും. അപ്പോൾ ഒരാൾക്ക് ഐഫോൺ ഉണ്ട്, മറ്റേ ആൾക്ക് ഇപ്പോൾ സാംസങ്ങിൻ്റെ ഏതെങ്കിലും പഴയ പൊട്ടിപ്പൊളിഞ്ഞ ഫോണുള്ള വെക്കുക. അപ്പോൾ അവൻ ചിന്തിച്ച് അവനക്കൊക്കെ നല്ല ഐഫോൺ കിട്ടി, നമുക്ക് മാത്രം ഇങ്ങനെ, നമ്മളിങ്ങനെ. അതല്ല, പടച്ചോൻ നിയമത്ത് ചെയ്താൽ കിട്ടാത്തൊന്നുമില്ല. അൽഹംദുലില്ലാഹ്, ഓർക്കത് കിട്ടിയെങ്കിൽ ഒരേനർഹനാണ്, അവരതിന് ഉത്തമനാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. നമുക്കും പടച്ചോൻ ഏതെങ്കിലും തരത്തിലുള്ള രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ചെയ്തു തരുമെന്ന് നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ എനിക്കൊക്കെ
എൻ്റെയൊക്കെ അനുഭവം പറയുകയാണെങ്കിൽ പല കൂട്ടുകാരും എനിക്ക് ഇവിടെയും അൽഹംദുലില്ലാ കൂട്ടുകാരുണ്ട്. അതുപോലെ മറ്റ് പഠിച്ച സ്ഥാപനങ്ങൾ മറ്റ് സ്കൂളുകളിൽ നിന്നൊക്കെ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കാര്യത്തിൽ ഇപ്പോൾ ശ്രദ്ധയുള്ള കൂട്ടുകാരന്മാരാകുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അങ്ങനെ വെച്ചാൽ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ശ്രദ്ധിക്കുക എന്നല്ല. ഇപ്പോൾ നടക്കുന്ന സമയത്ത് നമ്മളെ കാര്യങ്ങൾ ഇപ്പോൾ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ അതുപോലെ തന്നെ ചിലർ ഈ ചുറ്റുഭാഗത്ത് കാണുന്നത് എന്തൊക്കെയാണ്, ഇവിടെ എന്തൊക്കെ ലൈറ്റുകളുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു തരും. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന ഒരു ആസ്വാദനം എനിക്കും കൂടിയും കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുക. നമുക്ക് കിട്ടാത്ത ചിലർക്ക് കിട്ടും, പക്ഷേ പടച്ചോൻ വേറെ രീതിയിൽ നമുക്കത് നിയമത്തായിട്ട് ഇറക്കും. അപ്പോൾ ഇതാണ് നമ്മളതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട വലിയ പാഠം. നമ്മൾ നമ്മുടെ കൂട്ടുകാരന്മാരെ പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ ഐക്യത്തോടെ മുമ്പോട്ട് നീങ്ങുക. അഹങ്കാരമോ വിദ്വേഷമോ വെറുപ്പോ ഒന്നും മനസ്സിൽ വെക്കാതെ നല്ല രീതിയിലുള്ള ഒരു സുഹൃത്ത് ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. വാക്കുകൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.